പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും മേഖലയിലെ നിർണായക ശക്തിയായ ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം ഒരു തുറന്ന പോരിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. അമേരിക്കൻ പടക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലും സമീപ പ്രദേശങ്ങളിലും നിലയുറപ്പിക്കുമ്പോഴും തങ്ങളുടെ ആണവ നയങ്ങളിലും പ്രാദേശിക താൽപര്യങ്ങളിലും അണുവിട വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളും ഇന്ത്യൻ എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങളും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാനെതിരായ സൈനിക നടപടിയെ ചൊല്ലി അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകളാണ് ഈ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അധ്യായം. US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ഇറാനെതിരായ യുദ്ധനീക്കങ്ങളെ എതിർക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് വ്യക്തമാക്കിയത് ഭരണകൂടത്തിൽ യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ല എന്നാണ്. ജനറൽ കെയ്ൻ തന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വ്യക്തിയാണെന്നും സൈന്യത്തെ നയിക്കുന്ന അദ്ദേഹം പൂർണ്ണ സജ്ജനാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു.